എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ആസാം വാളയെ ഫ്രൈ ആക്കുന്ന വീഡിയോ ആണ്. ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ് ആസാം വാള ഫ്രൈ ആക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. 3-4 വർഷമായി ഈ പോണ്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് മീൻ വിറ്റു, ഒരുപാട് മീൻ കഴിച്ചു. അപ്പോൾ അതിൽ ആസാം വാള എങ്ങനെ കറി വെക്കാം, എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നാളായി ഇതുപോലത്തെ വലിയ മീനെ പിടിച്ചിട്ട്. അപ്പോൾ മീനിൻ്റെ ഒരു വലിപ്പം നോക്കുകയാണ്. ആണ് മീനിൻ്റെ നീളം അളക്കുമ്പോൾ എത്ര കണ്ട് കൈക്ക് വെച്ച് നോക്കിയാൽ ഒരു കൈ നീളം ഉണ്ട് വടിക്ക്, എത്ര കണ്ടത് ആയി. ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതാണ്, അപ്പോഴേക്ക് അത് കയ്യിൽ നിന്ന് വീണുപോയി. ഓക്കെ, ഏതായാലും ഞാൻ മീനെ കട്ടിങ്ങിലേക്കാണ്. അടുത്ത സെക്ഷൻ കട്ടിങ് ആണ്. കട്ടിങ്ങിൻ്റെ സ്പെഷ്യലിസ്റ്റ് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പാടാണ്. ഇത് വലിയ മീനായതുകൊണ്ട് സാധാരണ നമ്മുടെ കത്തിയിൽ മുരിക്കാൻ ഇത് പാടാണ്. വിചാരിച്ച പോലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഇതിൻ്റെ ഈ പുറവശത്തൊരു നല്ലൊരു എല്ലുണ്ട്. ആ എല്ല് കട്ട് ചെയ്യാനാണ് കുറച്ച് പാട്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ തൊലി എടുക്കണം. നമ്മൾ മറ്റുള്ള മീനിൻ്റെ തൊലി എടുക്കാതെ നമ്മൾ കറി വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ തൊലി എടുത്ത് വേണം ഇതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി, എങ്കിലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയാണ്. ഇതുപോലെ വലിച്ചാൽ തൊലി പെട്ടെന്ന് കിട്ടും. ഈ തൊലി എടുക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള നമ്മുടെ മീൻ കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊലി എടുക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മീൻ ഇതുപോലെ ഫ്രൈയോ അല്ല കറിയോ വെക്കുന്നവർ ഇതുപോലെ തൊലി എടുത്ത് വേണം ചെയ്യാൻ വേണ്ടി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കറി വെക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റൊക്കെ നമുക്ക് ചേർക്കാം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന സാധനം. ഇതുപോലെ കട്ടിങ് ആണ് എടുത്തത്. കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ പീസ് കട്ടാക്കി എടുക്കണമെങ്കിൽ വലിയ പാടാണ്. നമ്മളെ സാധാരണ കട്ടിങ് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യുന്നതല്ല. ഇത് നമ്മൾ സാധാരണ വീട്ടിലത്തെ ഒരു കത്തി വെച്ചിട്ടുള്ള കട്ടിങ്ങാണ്. ഏതായാലും വളരെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിനൊക്കെ മസാലയൊക്കെ ചേർക്കണം. മസാലയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ചും കൂടെ വെക്കണം. അതിന് ശേഷം ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ഇനിയിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചാലേ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.